ദൈവനാമത്തിന് മഹത്വം. മനോഹരമായിരിക്കുന്ന നല്ല സുദിനത്തിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പിന്നിലായിരിക്കുന്ന ശ്രേഷ്ഠവും ബലപ്പെട്ട ബഹുമാന്യ ദൈവദാസന്മാർ, വധുവരന്മാർ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, ചർച്ചക്കാർ, ആത്മീകാനങ്ങൾ ലഭിച്ച മക്കൾ, ശബ്ദം വിളിച്ച് നിയന്ത്രിച്ച അധികം മക്കൾ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നുണ്ട്. ഈ വിവാഹത്തെ സംബന്ധിച്ചുള്ള വധുവരന്മാരുടെ കടപ്പാടുകളെ കുറിച്ചെല്ലാം പറഞ്ഞു കേട്ടു. അവരുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ ഇരിക്കണം, കുടുംബത്തിനകത്ത് എങ്ങനെ ഇരിക്കണം, ദേശത്തിലെങ്ങനെ ആയിരിക്കണം, ദൈവസഭയ്ക്കകത്ത് എങ്ങനെ ആയിരിക്കണം, ഒക്കെ മനോഹരമായ രീതിയിൽ സമയ ചുരുക്കമായതുകൊണ്ട് കമ്പിവാചകം പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനുഗ്രഹീതമായി നല്ല ദൂതുകൾ കേൾപ്പിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വധുവരന്മാർ കേട്ടുകൊണ്ടിരുന്നു എന്ന് ഓർക്കുന്നുണ്ട്. സാധാരണ പ്രായത്തിലും കൂടുതൽ എനിക്ക് ഷുഗറും കൂടുതലാണ്. 1 മണിയാകുമ്പോൾ ഊണ് കഴിച്ചില്ലെങ്കിൽ വിറയ്ക്കും. എന്നാൽ ശുശ്രൂഷയിൽ ഇന്നലെയും 2:30-3 മണിയായി ചോറ് കഴിച്ചപ്പോൾ വിറയ്ക്കില്ല. 89 ഒരു ബസ്സാസിനുണ്ടായി. അതിനുശേഷം അരമണിക്കൂർ ബസ് സ്റ്റോപ്പിലോ നിന്നാൽ ഇങ്ങനെ കാൽക്കുഴി തരിപ്പ് തലവരെ കയറും. ശുശ്രൂഷയ്ക്ക് 3-4 മണിക്കൂറായാലും ആ വേദനയില്ല. എത്ര നല്ല ദൈവം! ഇവിടെ 11:30 ആവുമ്പോൾ ആൾക്കാർക്ക് വിശപ്പായി. ജീവനേക്കാളും വലുതല്ല ആഹാരം, ശരീരത്തെക്കാളും വലുതല്ല വസ്ത്രം. നമ്മളത് കണക്കിലെടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. എല്ലാവരും സത്യയോടെ. ഇത്തിരി ആൾക്കാരൊക്കെ ഇറങ്ങിയപ്പോൾ ഷിബു, നിസി, നിങ്ങൾ പോകരുത്, കൊതി കൊല്ലും. സ്തോത്രമാണ്. വളരെ പ്രതീക്ഷയോടെ ആയിരിക്കാം. പലയിടത്തും വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പയ്യൻ മാത്രം അറിഞ്ഞ വിവാഹമുണ്ട്. പെൺകുട്ടിയെ പൊടിയിട്ട് മശക്കി കൊണ്ടുപോകും. പിന്നെ അവൾ പറയും ഞാൻ അറിഞ്ഞില്ലെന്ന്. അങ്ങനെയാണ്. പയ്യനും പെൺപിള്ളയും മാത്രം അറിഞ്ഞുള്ള സ്വസ്ഥമുണ്ട്. അപ്പൻ അറിയില്ല, അമ്മ അറിയില്ല, ആരും അറിയില്ല. അവിടെയൊക്കെ വെച്ച് നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു. എന്നാൽ ഈ വിവാഹത്തിൻ്റെ തുടക്ക കാരണഭൂതൻ സ്വർഗത്തിലെ ദൈവം. രാജ്യങ്ങൾ ഭൂകമ്പത്താൽ തകരുന്നു, വീടുകൾ തകരുന്നു, കുടുംബങ്ങൾ തകരുന്നു. ഈ വിവാഹം ഇന്നും നിലനിൽക്കുന്നു. കാരണം ഇതിൻ്റെ അടിസ്ഥാനമിട്ടവൻ സ്വർഗത്തിലെ ദൈവം. സ്ഥലം, സമയം വിഷയമല്ല. കർത്താവ് ഈ ഒന്നാമതായി ആരംഭിച്ച ശുശ്രൂഷ ഒരു തോട്ടത്തിനകത്താണ്. പ്രിസലോ, വധുവരന്മാരായ കുഞ്ഞുങ്ങൾ, ശുശ്രൂഷ നടത്തുന്നവർ അഭിഷക്തന്മാരായാൽ, ആത്മാവ് പ്രാപിച്ചവരായാൽ അവിടെ യേശു ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ മനസ്സന്തരപ്പെട്ട് ജ്ഞാനസ്നാനമെടുത്ത ഈ കുഞ്ഞുങ്ങൾ ചെറുപ്പകാലം മുതലേ സ്തോത്രം ഈ വിവാഹത്തെപ്പറ്റി വന്നപ്പോൾ തന്നെ സ്തോത്രം അപ്പം വരൻ്റെ പപ്പമേരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് പെന്തക്കോസ്ത് പയ്യന്മാർക്ക് സ്ത്രീധനമെന്ന പണം കൊടുത്ത് തികയില്ല. സ്തോത്രം. എൻ്റെ മൂത്തമ്മളുടെ മകളാണ് രണ്ടാമത്തെ മകളായത്. മൂത്തമ്മൾ വാൻ കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് ചോദിച്ചു, എൻ്റെ സാമ്പത്തികമൊന്നുമില്ല, നമ്മൾ സ്ത്രീധനം തരാമെന്ന് പറഞ്ഞു. അത് മതി, സന്തോഷിച്ചു ഈ കുഞ്ഞിൻ്റെ അപ്പൻ. സ്ത്രീ എന്ന് പറഞ്ഞാൽ പിന്നെ പറയും, സ്ത്രീ എൻ്റെ മോള്, അവൾ തന്നെ ധനം, അത് തരും. വാസ്തവമായിട്ടും വാസ്തവമായിട്ട് ഒരു കാശ് ഇവരുടെ ചോദിച്ചില്ല. ഇവർ അപ്പനും അമ്മയും അവർക്ക് തീരുമാനിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് മാത്രം. ഇതുപോലുള്ള ആളുകളെല്ലാം വളരെ ചുരുക്കം. പണ്ടൊരിക്കൽ എൻ്റെ ചർച്ചിൽ ഒരു വിവാഹത്തിൻ്റെ ഇടപാട് നടന്നു. പയ്യൻ്റെ പേരിൽ അർത്ഥപതി സ്വത്ത് എഴുതണമെന്ന് പറഞ്ഞ് പയ്യൻ്റെ അപ്പൻ പയ്യനെ സമ്മതിച്ചു. എഴുതി. അവൻ്റെ നീക്കം ശരിയില്ലാതെ അത് തിരിച്ച വസ്തുവിനെ ആ കുട്ടിയുടെ പേര് എഴുതി കൊടുത്തു. തിരിച്ചെഴുതി. ആ കുട്ടിക്ക് വേറൊരു വിവാഹം നടന്നു, നല്ലൊരു വിവാഹം. ആ വിവാഹം നടക്കും പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു ഇടപാട് വേണ്ട, ആ കുട്ടിയുടെ പേരിലിരിക്കുന്ന വസ്തു ഇരുന്നോട്ടെ പാസ്റ്റേ. അവർ 2 അല്ല 1. ചിലർ പറയും എൻ്റെ കുഞ്ഞിൻ്റെ പേര് കൂടി എഴുതണം. ആകയാൽ ചിലർ പറയും എൻ്റെ മകനെ ഒരു സാക്ഷിയായിട്ടെങ്കിലും വയ്ക്കണം. റെക്കോർഡിങ്. പിന്നെ അവനെന്ത് റെക്കോർഡിരിക്കുന്നു? ഇവിടെ ഒരു റെക്കോർഡുമില്ല. ഇവിടെ വരനാണ്, വധുവാണ്, വരൻ്റെ കാറാണ്, വധുവിൻ്റെ കാറാണെന്ന് മനുഷ്യരെ വെളിപ്പെടുത്തേണ്ട സ്വർഗത്തിലെ ദൈവം നമ്മെ അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ ഇത്തിരി കുടുംബങ്ങൾ, ചില കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുടുംബ ജീവിതം. കൊച്ചുകാലം വരെ ദൈവവചനമൊക്കെ പഠിച്ചു, വിദ്യാഭ്യാസത്തിലായി. 2 പേർക്കും നല്ല ഉപജീവന മാർഗത്തിൻ്റെ വിദ്യാഭ്യാസം ദൈവം കൊടുത്തു. 2 പേർക്കും ഉപജീവന മാർഗത്തിൻ്റെ നിലവാരങ്ങളെ ദൈവം കൊടുത്തിരിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നു. പല ഇടങ്ങളിലും പല നിലകളിൽ ചിലയിടത്തൊക്കെ ആണെങ്കിൽ വിവാഹം നടക്കുമ്പോൾ വധുവിൻ്റെ ആൾക്കാർ ഒരു കൂട് കട്ടറമ്പ് കൊണ്ടുവയ്ക്കും. ഞങ്ങളുടെ ഈ വരൻ വന്ന് അവൻ്റെ 2 കൈയും ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഈ കട്ടറമ്പ് പോകുന്ന എവിടെയൊക്കെ കടിക്കുമോ കൈയെടുത്ത് ചൊറിയാണെങ്കിൽ ഈ ചൊറിയൻ്റെ കൂട്ടത്ത് ഇപ്പം പിള്ളേക്കില്ല. ഒറ്റയ്ക്ക് പറഞ്ഞു ശിവ് ഇവിടെ പേടിക്കണ്ട. പിന്നെ ചിലയിടത്താണെങ്കിൽ പയ്യനെയും പെണ്ണിനെയും ഒരൊറ്റ പായിൽ വെച്ച് വരിഞ്ഞ് മുറുക്കി കെട്ടി ടാറിട്ട റോട്ടിൽ ചെണ്ട മേളത്തോടെ ചവിട്ടി ഉരുട്ടും. ഈ അരമണിക്കൂർ 2 പേരും ചവിട്ടി ഉരുട്ടിൽ ഇരുന്നാൽ മാത്രം കെട്ടഴിച്ച് കൊണ്ടുവന്ന് വെള്ളം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചയക്കും. ഇവിടെ ഉരുട്ടലുമില്ല, പേടിക്കേണ്ട സ്തോത്രം. ആകയാൽ ചില സ്ഥലങ്ങളിൽ വരന് 5 വയസ്സായിരിക്കും, അല്ല 7 വയസ്സായിരിക്കും. പെൺകുട്ടിക്ക് 20, 21, 23 വയസ്സായിരിക്കും. ഈ പയ്യൻ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന 1-2 വർഷം കഴിയുമ്പോൾ അവൾ പ്രസവിച്ച് മക്കളുടെ അമ്മയായിത്തീരുന്നു. വിവാഹം ദൈവഹിതമില്ലാതെ ലോകത്തിൽ അതാദഴങ്ങൾ നടക്കുമ്പോൾ ആമേൻ, ദൈവത്താൽ ആരംഭിക്കപ്പെട്ട ഈ വിവാഹം, ദൈവത്താൽ ആരംഭിക്കപ്പെട്ട നിലയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുത്താൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവം ഉണ്ടെങ്കിൽ ഭയപ്പെടുവാനിടയില്ല. എബ്രായ ലേഖനം വായിച്ച് അത് 13:6 വായിച്ചു. കർത്താവ് എനിക്ക് തുണ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എന്നോട് എന്ത് ചെയ്യുമെന്ന് ദൈവത്തോട് നമുക്ക് ധൈര്യത്തോടെ പറയാം. 4-ാം വാക്യത്തിൽ പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. പോക്കൊക്കെ കറക്റ്റായിരിക്കണം, നടപ്പൊക്കെ ശരിയായിരിക്കണം, ഉടുപ്പൊക്കെ നന്നായിരിക്കണം. ഇന്ന് ഈ ദൈവം മാന്യമെന്ന് കണ്ടതിനെ ചില പുരോഹിതന്മാർ ഇത് മാന്യമായതല്ല എന്ന് പറയുന്നെങ്കിൽ ഇവർ ദൈവത്തെക്കാളും വലിയ ആളുകളെന്ന് ഞാൻ വിചാരിക്കുന്നു. പട്ടക്കാരനും പാതിരിക്കും എത്ര വിദ്യാഭ്യാസമ്പന്നനായാലും ഏത് മനുഷ്യനും വിവാഹം എല്ലാവർക്കും മാന്യത, ഹല്ലേലൂയ, മാന്യത കൽപ്പിച്ചു പോകുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അതെങ്ങനെ? ചിലടത്ത് കല്യാണം 3 വർഷം, 5 വർഷം, 7 വർഷം ഗ്യാരണ്ടി കല്യാണം, അങ്ങനെയൊക്കെ പിടിച്ചു പോണ്. ആണാണോട് പറഞ്ഞതുപോലെ പെണ്ണായി ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അതൊന്നും ദൈവത്താൽ ആരംഭിക്കപ്പെട്ടതല്ല. ഇതെല്ലാം ന്യായവിധിക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു ദൈവം നോക്കിയിരിക്കുന്നുണ്ട്. ദൈവ വ്യവസ്ഥ തെറ്റി, ഇടംബലം തെറ്റിയാൽ പ്രതികൂലമാണ്, പ്രശ്നമാണ് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന കുടുംബജീവിതം മുപ്പരിച്ചെടുത്ത് പറഞ്ഞതുപോലെ അത് അറ്റുപോകാത്ത രീതിയിൽ ദൈവം എന്ന ഒരു ചരട് നിങ്ങൾ 2 പേരായി ഒരുമിച്ച് ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ ദൈവം എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ ആഹാരം മാറിയാൽ, നമ്മുടെ വസ്ത്രം മാറിയാൽ, നമ്മുടെ നടപ്പ് മാറിയാൽ, ആരാധന മാറിയാൽ, പ്രാർത്ഥന മാറിയാൽ പരിശുദ്ധാത്മാവ് ദൈവം ഇറങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. പിന്നെ രക്ഷപ്പെടുകയില്ല. 40 വർഷം ശൗൽ ഭരിച്ചു. 38 വർഷക്കാലം തൻ്റെ തോന്നിയവാസം, 2 വർഷം മാത്രം പരിശുദ്ധാത്മാവിനാൽ. അവസാനം ശൗൽ ജീവിച്ചിരുന്നെങ്കിലും ആത്മഹത്യ ചെയ്ത് മരിക്കേണ്ടി വന്നു. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിച്ചിരുന്നാൽ അവൻ മരിക്കയില്ല, അവനെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ആയുസ്, കുടുംബ സമാധാനത്തിലും ദൈവാശ്വര്യത്തിലും ദൈവത്തിന് കൊടുക്കേണ്ട മാന്യത ദൈവത്തിന് കൊടുത്ത് ആരാധനകളിലും കൂട്ടായ്മയിലും കടന്ന് നിങ്ങൾ പോയാൽ വാസ്തവമായി നിങ്ങളോടുകൂടെ ദൈവം ഉണ്ടായിരിക്കും. ഭർത്താവ് ഒരു വഴിക്ക് പോയിട്ട് വരുമ്പോൾ അല്പം വൈകിയാൽ വാസ്തവമായിട്ടും കുടിക്കാതിരിക്കട്ടെ, ഒരു ഗ്ലാസ് വെള്ളത്തോടെ തന്നെ കടന്നു പോകണം. ചില പെൺപിള്ളേർ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മക്കളങ്ങനെ ആയില്ല, സ്വോത്രമാസമായിട്ട് പോകുന്ന വീട്ടിൽ ചെന്ന് അവനെയും അവൻ്റെ അപ്പനെയും അവൻ്റെ അമ്മയും ഭരിക്കാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. ഇല്ല, വാസ്തവമായിട്ടും കുറച്ച് കഴിയുമ്പോഴറിയാം ഈ കുഞ്ഞ് പ്രിയപ്പെട്ടനുമായി ഇറങ്ങിപ്പോകുമ്പോൾ പോട്ടെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ
അമ്മയും കരയും കുഞ്ഞും കരയും. എന്താ കാരണം? ഒരു കുഞ്ഞിൻ്റെ ഉദരത്തിരിക്കുന്ന കുഞ്ഞ് പുറത്തു വരുമ്പോൾ ആ കുഞ്ഞും കരയും അമ്മയും കരയും. ആ ഇരുന്ന ബന്ധത്വം പൊഷസൻ മാറുമ്പോൾ കരയുന്നു. വേണ്ടാത്തതുകൊണ്ടല്ല, അത് ഈ കുടുംബജീവിതം അഴിക്കെന്നല്ല കരയുന്നത്, ഇതുപോലെ ബന്ധം വിട്ടു മാറുമ്പോൾ കരയും. പിന്നെ ആ കുട്ടി കരയുന്നതിൻ്റെ കാരണം, ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടതയിൽ വീണ്ടും കാല് വച്ചു. എന്നാൽ മണവാളനായ കർത്താവിനോടുകൂടെ ഒരു മണവാട്ടിയായി തീർന്നു പോകുന്ന വ്യക്തി ഒരിക്കലും അവിടെ പിന്നെ കഷ്ടമില്ല, അവിടെ പിന്നെ രാത്രിയില്ല, ഒരു വിളക്ക് കത്തിക്കേണ്ട, അവിടെ വിശപ്പില്ല, അവിടെ ദാഹമില്ല, അവിടെ രോഗമില്ല, മരണമില്ല. ഇവിടുത്തെ ജീവിതമെല്ലാം കഷ്ടതയാണെന്നറിയാം. എന്നാൽ കഷ്ടത നിലവാരത്തിൽ വാസ്തവമായിട്ടും അവിടെ ആ നാട്ടിലേക്ക് അവിടെ നിന്ന് പോകുമ്പോൾ ഒരു പുതുതാണെങ്കിലും മോള് ഇവിടത്തേക്ക് ഒരു പഴയ ആളാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ചൂലെടുത്തോണ്ട് പുറത്തിറങ്ങണം. അപ്പോൾ നിൻ്റെ മാമി ഓടി വരും പിടിക്കാൻ, അങ്ങ് വിട്ടുകൊടുക്കണം. അപ്പം മറ്റന്നാൾ വരില്ല, നീ അത് കൊടുത്തിട്ട് തേങ്ങ തിരുവാൻ പോകണം. അടുത്ത് അതും പിടിക്കാൻ, മോളെ നീ ഇന്നൊന്നും ചെയ്യണ്ട, അടുത്ത് അവർ തേങ്ങ തിരിയുന്ന പിടിക്കണമെങ്കിൽ മാവ് കുഴയ്ക്കാൻ പോകണം. ആമി സ്തോത്രം. ആമ വെറുതെ ഇരിക്കുന്ന വ്യക്തിയല്ല ഒരു മണവാട്ടി. അവൾ വെറുതെ ഇരിക്കാതെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഫ്രണ്ടിൽ നോക്കിയ ഒരു നിലം അവളുടെ അധ്വാനം കൊണ്ട് വിലയ്ക്ക് മേടിച്ചെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമില്ല. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവിടെ വില മുത്തുകളിൽ മേൽ. സ്ത്രീ എന്ന് പറയുമ്പോൾ പൗലോസ് പറയും, 1 പെണ്ണ്, 2 കൂടിയത് സ്ത്രീ, 3 മുത്ത്, 4 കിരീടം. ഈ മുത്തും കിരീടവും വേണമെങ്കിൽ ശിവനെ പൈസ അങ്ങോട്ട് മനസ്സിലായില്ല, അങ്ങനെ തന്നെ അവർ പൈസ ചോദിച്ചില്ല. ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാണ്. പിന്നെ പെണ്ണും കിട്ടും, സ്ത്രീയും കിട്ടും, പണവും കിട്ടും, ഒരു പൂതവും കിട്ടും. കൊണ്ടുപോയി ഉടൻ തന്നെ ഞാൻ ആരെന്നറിയാമോ അങ്ങോട്ട് ഇതാ വാസ്തവമായിട്ടും ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവ പൈതന് പണമല്ല ആവശ്യം. വാസ്തവമായിട്ടും ദൈവകൃപ പ്രാപിച്ച ഒരു കിരീടം, ദൈവകൃപ പ്രാപിച്ച ഒരു മുത്ത്, അവരുടെ വില അനവധി മുത്തുകളിലും ഏറുന്ന അവസ്ഥ. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹപ്പെട്ട ജീവിത ഭാര്യപ്പെടാൻ തീരും. ഭർത്താവ് പോയിട്ട് വരുന്ന വഴിക്ക് അവനെക്കുറിച്ച് സംശയിക്കുക, ഇന്നെന്താ താമസിച്ചത്, നേരത്തെ പറഞ്ഞ് മൊബൈൽ എടുക്കാതിരിക്കുന്ന അവസ്ഥകൾ. അമ്മ വിളിച്ചെടുക്കില്ല, അപ്പം വിളിച്ചെടുക്കില്ല, അമ്മ മുമ്പിൽ മിസ്കോളല്ല ബെല്ലെല്ലാം കേട്ട് അവരവിടെ വിളിക്കട്ടെ കൊടുക്കാൻ പറയും. മിസ്കോളായിരുന്നു, അറിഞ്ഞില്ല. വാസ്തവമായ ജീവിതത്തിൽ ഇല്ല. ഭാര്യയുടെ ഫോൺ ഭർത്താവ് കൈകാര്യം ചെയ്യണം, ഭർത്താവിൻ്റെ ഫോണ് ഭാര്യ കൈകാര്യം ചെയ്യണം. പലയിടത്തും പരിപാടിയില്ല. തന്ത്രപരമായും സൂത്രപരമായും വ്യാജമായി പോകുന്ന അവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. കള്ളൻ പോലീസുകാരനെ ഭയപ്പെടും പോലെ അല്ല, എന്നാൽ സ്നേഹത്തിൽ ഭയപ്പെടണം. സ്ത്രീയനം എന്ന് പറഞ്ഞാൽ വാരിയല്ല, അത് വളഞ്ഞേയിരിക്കൂ, ഒരിക്കലും നേരെ ഇരിക്കില്ല. അതുകൊണ്ട് അന്ന് പൗലോസ് പറഞ്ഞു, അതേ സ്ത്രീജനം ബലഹീനപാത്രം. ശീലാസ് പറഞ്ഞു, ഇത് ബലഹീനപാത്രം, ഇത് വെങ്കലപാത്രം. വാസ്തവമായിട്ടും ചില വീട്ടിനകത്തുള്ള സ്ത്രീകൾ ചില പിടിച്ചു വച്ച് കഴിഞ്ഞാൽ ഇന്ന് ഡൈവേഴ്സിന് കൊടുത്തിരിക്കുന്നത് 95% പുരുഷന്മാരല്ല, സ്ത്രീകളാണ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് ഇന്ന് മുതൽ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ ദൈവ സാന്നിധ്യം പകർന്ന് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ദൈവത്തിനിടം കൊടുക്കുക. വരൻ്റെ കടപ്പാട് ഭാര്യയെ സ്നേഹിക്കണം, സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. പോകും വഴി പാതയെല്ലാം ചോദിക്കും, പറയണം. ആമേ, ദൈവിക പ്രത്യാശയിൽ നിങ്ങൾ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. നിങ്ങളെ സ്വയനീതിക്ക് ഒന്നും ചെയ്യരുത്. നിങ്ങൾ തമ്മിൽ ആലോചിക്കണം ചില കാര്യങ്ങൾ. നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങളുടെ പാസ്റ്ററുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹത്തിന് പറ്റിയില്ലെങ്കിൽ നിന്റെ മാതാപിതാക്കളോട് ചോദിക്കണം. പലരോട് നിനയാതെ ഒരു കാര്യം ചെയ്യരുത്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹിതമായി നമുക്കറിയാത്തത് അവർ പറഞ്ഞു തരുമ്പോൾ നാം അനുസരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ വാക്കിൽ ആശീർവാദമുണ്ട്, അനുഗ്രഹമുണ്ട്, നന്മയുണ്ട്, പ്രത്യാശയുണ്ട്. ആദമിൻ്റെ അമ്മ ആര്? ദൈവം. അപ്പോൾ ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കുന്നവരായി, ആരോഗ്യം കൊടുക്കുന്നവരായി, നന്മകൾ കൊടുക്കുന്നവരായിരിക്കണം. ചില വീട്ടിലെ അമ്മാവും അമ്മയും മരുമകളും പിണങ്ങുന്നതിൻ്റെ കാരണം
രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 വായിക്കുമ്പോൾ അവൾ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ കാര്യങ്ങളെല്ലാം എടുത്ത് ശരിയാക്കി ഇത്തിരി പൊതികളെല്ലാം വാങ്ങിച്ച് കെട്ടിക്കൊണ്ടുപോകും. മാമിയുടെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകില്ല. വായിച്ച രൂത്തിൻ്റെ പുസ്തകം 3:17. അമ്മായിയമ്മയുടെ അടുക്കൽ വെറും കൈയായി പോകരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞ് മതി. ഈ ആറടങ്ങി മതി. അമ്മായിയമ്മയുടെ അടുക്കൽ വെറും കൈയാലെ പോകരുത്. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ദൈവമക്കൾക്ക് കാര്യങ്ങളെല്ലാം ദൈവവും ചന്തവും ഭംഗിയും ക്രമവും ഉചിതമായി ദൈവം നടത്തും. ലോകത്തിൻ്റെ ഒരു വിവാഹം പോലെയല്ല ഈ വിവാഹ ശുശ്രൂഷ. പരിശുദ്ധാത്മാവിനാൽ ആമേൻ യോജിപ്പിക്കുന്ന ഒന്നാണ്. അതിൽ നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ദൈവം ശക്തമായ നിലയിൽ ഇന്ന് മുതൽ ആരംഭിക്കുന്ന കുടുംബത്തിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു നന്മയും മുടക്കേയില്ല. നേരായി നടക്കുന്നവർക്ക് മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും തരാമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഒരിക്കലും ആ ദൈവം നമ്മ വിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്ന് മുതൽ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിന് വേണ്ടി എല്ലാ ദൈവമക്കളും ശക്തമായി നമ്മുടെ ആവശ്യങ്ങൾക്കും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർത്ത് ഓരോ നിമിഷം എല്ലാവരും പ്രാർത്ഥിപ്പാൻ ദൈവം നാം തുറപ്പിക്കപ്പെടുന്നു. നാം ഇതെല്ലാം ദൂതൽ കേട്ടല്ലോ. ഞാൻ അങ്ങോട്ട് സമയങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പൊതുസദസ്സിനോട് ചോദിക്കുകയാണ്, വിവാഹം മാന്യമുള്ളതാണ് പ്രസ്തുത മഹനീയ കർമ്മം. നിഷ്പാപ യുഗത്തിൽ ദൈവത്താൽ ആരംഭിക്കപ്പെട്ടു. മെസ്സിഹായും സഭയും തമ്മിലുള്ള ഐക്യതയാണ് ഇത് കാണിക്കുന്നത്. മാത്രമല്ല മനുഷ്യൻ പരസ്പരം തക്കതായ തുണകളായി വർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ആയതിനാൽ ഭയത്തോടും സുബോധത്തോടും ആലോചനയോടും വിവേകത്തോടും കൂടി മാത്രമേ വിവാഹത്തിൽ ഏർപ്പെടാവൂ. ശ്രദ്ധിക്കുക, മേൽപ്പറഞ്ഞ വിശിഷ്ട ആവശ്യങ്ങൾക്കായി പാണിഗ്രഹത്തിൽ ഇവരെ തമ്മിൽ യോജിപ്പിക്കപ്പെടുന്നതിന് തടസ്സമായി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതിപ്പോൾ പറയേണ്ടതാണ്. ഇന്ത്യൻ ഗവൺമെൻറ് നിയമപ്രകാരം ദൈവിക പരിശുദ്ധാത്മാവിനെ വിധേയമാക്കി ഇവരെ യോജിപ്പിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സം പറയാനുണ്ടോ? നിങ്ങളുടെ മൗനം ഇല്ല എന്ന് ഓർക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും പറയുക. ഇപ്പോൾ മൗനമാണെങ്കിൽ ഇനി മേലാൽ പറയാതിരിക്കുവാൻ നോക്കുക. വധുവരന്മാർ എഴുന്നേറ്റ് നിൽക്കാം. ദൈവവചനപ്രകാരം യോജിക്കപ്പെടാത്തത് ദൈവം യോജിപ്പിച്ചതല്ല. അത് ന്യായമല്ല. ന്യായവിധിയിൽ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആകയാൽ പാണിഗ്രഹത്തിന് തടസ്സമായി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സമായിട്ട് പറയാനുണ്ടെങ്കിൽ അതിപ്പോൾ പറയാം. ഈ വിശുദ്ധ വിവാഹത്തിന് യോജിക്കപ്പെടുവാൻ തടസ്സകരമായിട്ട് ഹൃദയത്തിന് അന്തർഭാഗത്തിൽ മറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. പുരുഷനോട് ഞാൻ ചോദിക്കുകയാണ്, വിവാഹത്തിൻ്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവനിയമപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശത്തിൽ വിനയമാക്കിക്കൊണ്ട് ഒരുമിച്ച് പാർക്കുവാൻ ഈ സ്ത്രീയെ താങ്കളുടെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നുവോ? താങ്കൾ ഈ സ്ത്രീയെ മാനിച്ച് സ്നേഹിച്ച് ദീനത്തിലും ദുഃഖത്തിലും ദീനദുഃഖത്തിലും സുഖസന്തോഷത്തിലും രക്ഷിക്കുകയും നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഈ സ്ത്രീയോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? അതെ, സ്ത്രീയോട്. താങ്കൾ ദൈവ നിയമപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശത്തിന് വിനയമാക്കിക്കൊണ്ട് ഒരുമിച്ച് പാർപ്പാൻ ഈ പുരുഷനെ താങ്കളുടെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നുവോ? താങ്കൾ ഈ പുരുഷനെ സ്നേഹിച്ച് മാനിച്ച്
അനുസരിച്ച് ശുശ്രൂഷിച്ച് രോഗത്തിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും രക്ഷിക്കുകയും നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഈ പുരുഷനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? അതെ. ഈ സമയം കരങ്ങൾ യോജിപ്പിച്ച് ഷിബുവാകുന്ന ഞാൻ നിസിയാകുന്ന താങ്കളെ ഇന്നു മുതൽ ഇനി മേലാൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദീനദുഃഖത്തിലും സുഖസന്തോഷത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും ആലോചനകളെ ശ്രദ്ധിപ്പാനും എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു. അതിന് ഞാൻ താങ്കൾക്കും ദൈവസഭയുടെയും ദൈവത്തിൻ്റെ മുൻപാകെ നിസ്സിയാകുന്ന ഞാൻ ഷിബുവാകുന്ന താങ്കളെ ഇന്നു മുതൽ ഇനി മേലാൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദീനദുഃഖത്തിലും സുഖസന്തോഷത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും ആലോചനകളെ ശ്രദ്ധിപ്പാനും അനുസരിക്കുവാനും എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. അതിന് ഞാൻ താങ്കൾക്കും ദൈവസഭയുടെയും ദൈവത്തിന്റെ മുൻപാകെ വാഗ്ദത്തം ചെയ്യുന്നു. സർപ്പുരമേ സാക്ഷി നിൽക്കും എൻ മാനമേ, സർപ്പുരമേ കാരാറിനു സാക്ഷി നിൽക്കും എൻ മാനമേ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം, പ്രാർത്ഥിക്കാം. ദൂരബലബദ്ധനാരകതൽ പ്രൗഢമനം ദൽക്കരാതിൽ ആകാശത്തെ ഭൂമിയെയും സകല ജരാചരങ്ങളെയും ഞങ്ങളെ സൃഷ്ടിച്ചവനാ ദൈവമേ, ഏതേൻ ഭൂങ്കാവനത്തിൽ അങ്ങാരംഭിച്ച വിവാഹം ഇന്നു പകൽക്കാലം ഇളതലമുറ ഞങ്ങൾക്ക് ഇവിടെ നടത്തുവാൻ ദൈവം ഭാഗ്യം നൽകിയ കൃപയോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഷിബു നിസി രണ്ട് ദേശത്ത് രണ്ട് മാതാപിതാക്കളാൽ ജനിച്ചൊളത്തപ്പെട്ട നല്ല മക്കളെ, രണ്ട് വ്യക്തികളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒന്നാക്കി യേശുവിന്റെ നാമത്തുള്ള അനുഗ്രഹത്തോടെ ഒന്നാക്കി തീർത്ത ദൈവത്തിന് നന്ദി. ഇന്നു മുതൽ ആരംഭിക്കുന്ന കുടുംബ ജീവിതം ഇൻപമായി തീരട്ടെ. എല്ലാ തുன்பങ്ങളെയും അകറ്റണം,
ഇവിടെ മാതാപിതാക്കളെ ആശീർവദിക്കണമേ, സഹോദരങ്ങളെ ആശീർവദിക്കണമേ. കർത്താവേ, ദൈവ കൃപയുള്ള കുടുംബജീവിതം, പുത്രസമ്പത്തുള്ള കുടുംബജീവിതം, ആമേൻ, ധനസമൃദ്ധിയുള്ള കുടുംബജീവിതം, സമാധാന സമൃദ്ധി, രോഗദുഃഖങ്ങൾ മാറിയ ആമേൻ കുടുംബജീവിതം ഇന്നു മുതൽ ആരംഭിപ്പാൻ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ത്രിയേക ദൈവത്തിൻ്റെ കൺകൾ നിങ്ങളുടെ മേൽ പ്രകാശിച്ച് ഈ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിലും നിങ്ങൾ നിത്യത്തിലെത്തുവോളം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പിടിച്ചോളണം. മത്തായി സുവിശേഷം 19:3 ചില വേദഭാഗങ്ങൾ വായിക്കുന്നു. അതിൻ്റെ അവസാനം ഞാൻ പറയും, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറയണം. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞു ഭാര്യയോട് പറ്റിച്ചേരും, ഇരുപേരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുതേ എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുതേ എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുതേ എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ വിടാം, മുട്ടുമടക്കാം. അഭിഷക്തന്മാർ മുൻപോട്ട് കടന്നു വന്ന് ഇവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിൻ്റെ സമയമാണല്ലോ. എല്ലാവരും കണ്ണുകളടയ്ക്കാം. ആമേൻ. സദസ്സെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നല്ലോ. ഒരുമിച്ച് ദൈവത്തിൻ്റെ കൃപ നൽകട്ടെ. അഭിഷക്തന്മാർ വന്നാട്ടെ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വന്നാട്ടെ. ആമേൻ. വരൻ്റെ പാസ്റ്റർ വധുവിൻ്റെ മേലും വരൻ്റെ ശിരസിൽ ആമേൻ നമ്മുടെ പ്രസിഡന്റും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം ദൈവമേ, ദേശത്ത് രണ്ട് വ്യക്തികളായിരുന്ന മക്കളെ ഒന്നാക്കി തീർത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിന്റെ മക്കൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന കുടുംബജീവിതം ആശീർവാദമായിരിക്കണം. നല്ല ദൈവങ്ങളുള്ള കുടുംബജീവിതം, പുത്രസമ്പത്തുള്ള കുടുംബജീവിതം, ധനസമൃദ്ധിയുള്ള കുടുംബജീവിതം കാഴ്ചവെച്ച് മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസനെയും ദാസിയെയും നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. നിന്റെ ആത്മാവിനാൽ ഈ നിമിഷം അവരെ അന്യോന്യം സംയോജിപ്പിക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷം മുതൽ ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും നിന്റെ ആത്മാവിന്റെ നേതൃത്വത്തിൽ നടക്കുവാൻ, ദൈവകൃപയിൽ ആശ്രയിപ്പാൻ, നിന്നിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ, കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവകൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി നാൾ അഭിവൃദ്ധി പ്രാപിപ്പാൻ ദൈവമേ നീ സഹായിക്കണമേ. അന്ധകാര ശക്തികളോ പൈശാചിക മണ്ഡലങ്ങളോ ദേശത്ത് വ്യാപരിക്കുന്ന മറ്റ് ശക്തികളോ ജീവിതത്തിലോ കുടുംബത്തിലോ തൊടാതിരിപ്പാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് നിന്റെ ദാസനെയും ദാസിയെയും കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ കൊണ്ട് മുദ്രയിട്ടുകൊള്ളും. ആദിയോട് അവസാനം വരെയും കൃപ കൂടെ ഇരിക്കും. തലമുറകളെ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് വരാൻ താമസിച്ചാൽ കർത്താവിന്റെ നല്ല സാക്ഷ്യമുള്ള കുടുംബമായി ദേശത്ത് ഇരുവരും കർത്താവേ നിഷി ബ്രദറിന്റെ കുടുംബത്തിലും ശിബു ബ്രദർ നിഷി സഹോദരിയുടെ കുടുംബത്തിലും അനുഗ്രഹമായി വളരുവാൻ ദൈവമേ നീ കൃപ ചെയ്യും. മാനവും മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു. ജ്ഞാനമുള്ള
ഒരു സ്ത്രീ വീട് പണിയുമെന്ന് അങ്ങയുടെ വചനത്തിലുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവേ, ഈ സഹോദരിക്ക് ആവശ്യമായ ജ്ഞാനത്തെ ദൈവം കൊടുക്കണമേ. ഒരു ഉത്തമ ഭാര്യയ്ക്ക് ആവശ്യമായ എല്ലാ ആത്മീകവും വൈകാരികവും മാനസികവും ശാരീരികമായ എല്ലാ കൃപകളും എല്ലാ നൽവരങ്ങളും അങ്ങയുടെ മകളുടെ മേൽ അങ്ങ് ചൊരിഞ്ഞ് വിശുദ്ധ സ്ത്രീകൾ ഇങ്ങനെയല്ലോ തങ്ങളെ തന്നെ അലങ്കരിച്ചു എന്നുള്ള വചനം പോലെ കർത്താവെ, അവിടെ അക്ഷയഭൂഷണമായ കർത്താവെ ഗൂഢമനുഷ്യനാൽ അലങ്കരിക്കപ്പെട്ടവളായിരിക്കാൻ ദൈവം ഇടയാക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവെ, കുടുംബത്തിന്, സഭയ്ക്ക്, ദേശത്തിന് ഈ മകൾ ഒരനുഗ്രഹമായിരിക്കാൻ ദൈവം ഇടയാക്കണമേ. കർത്താവ് പറയുന്ന സകല വാഗ്ദത്തങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്ന കാണുവാൻ എളിയവർക്കും ഇടയാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.